ഹരി ഓം ഹരി ഓം നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാദര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായ ചേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 61-ാം അധ്യായം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചു. ഇന്നലെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ നേരത്തെ നിർത്തി. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ പവർ ഉണ്ടായിരുന്നില്ല. രാവിലെയാണ് വന്നത്. നമുക്ക് 61-ാം അധ്യായം കാണാം. 61-ാം അധ്യായം ആദ്യ ഭാഗം ഭഗവാന്റെ 16,008 ഭാര്യമാരുമായിട്ടുള്ള ദാമ്പത്യം എങ്ങനെയായിരുന്നു, ഭഗവാന്റെ ഭാവം എന്തായിരുന്നു എന്ന് കാണിക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ പ്രമുഖരായ പുത്രന്മാരുടെ പേരുകൾ, അഷ്ടമഹിഷിമാരിലുണ്ടായ ആ 10 മക്കളുടെ പേരുകൾ, അതുപോലെ പിന്നീട് പ്രദ്യുമ്നന്റെയും അനിരുദ്ധന്റെയും ഒക്കെ വിവാഹങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അനിരുദ്ധന്റെ വിവാഹത്തോടനുബന്ധിച്ച് രുക്മിയുടെ വധം. ഇതാണ് ഈ 61-ാം അധ്യായത്തിലെ കഥാഭാഗങ്ങൾ. വായിച്ചിട്ട് നമുക്ക് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകൈകശസ്താ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബലാഃ അജീജനൻ അനവമാൻ പിതുഃ സർവാത്മസമ്പദാ. ഗൃഹാദനഭകം വീക്ഷ്യ രാജപുത്ര്യോ അച്യുതം സ്ഥിതം പ്രേഷ്ടം ന്യമം സദസ്വം സ്വം ന തത്തത്വവിദസ്ത്രിയഃ. ചാർവബ്ജകോശപതനായത ബാഹുനേത്രസപ്രേമഹാസരസവീക്ഷിതവൽഗുജൽപൈഃ സമ്മോഹിതാ ഭഗവതോ ന മനോ വിജേതും സ്വൈർവിഭ്രമൈഃ സമശകൻ വനിതാ വിഭുംനഃ. സ്മായാവലോകലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരതമന്ത്രശൗണ്ഡൈഃ പത്ന്യസ്തു ഷോഡശസഹസ്രമനംഗബാണൈഃ യസ്യേന്ദ്രിയം വിമതിതും കരണൈർന ശേകുഃ. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം. ഭേജുർമുദാ വിരതമേതിദയാനുരാഗഃ സാവലോക നവസംഗമലാലസാദ്യം പ്രത്യുദ്ഗമാസനവരാർഹണപാദശൗചതാംബൂലവിശ്രമണബീജനഗന്ധമാല്യൈഃ കേശപ്രസാരശയനസ്നപനോപഹാര്യൈഃ ദാസീശതാ അപി വിഭോർവിദതുസ്മദാസ്യം.
താസാം യാ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോഹിതാഃ അഷ്ടൗ മഹിഷ്യസ്തത്പുത്രാൻ പ്രദ്യുമ്നാദീൻ ഗൃണാമി തേ ചാരുദേഷ്ണഃ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരുശ്ചാരുഗുപ്തശ്ച ഭദ്രചാരുസ്തദാപരഃ ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോ ഹരേഃ പ്രദ്യുമ്ന പ്രമുഖാ ജാതാ രുക്മിണ്യാം ന അവമാപിതുഃ ഭാനുഃ സുഭാനുഃ സ്വർഭാനുഃ പ്രഭാനുർഭാനുമാൻ തഥാ ചന്ദ്രഭാനുർബൃഹദ്ഭാനുഃ അതിഭാനുസ്തഥാഷ്ടമഃ ശ്രീഭാനുഃ പ്രതിഭാനുശ്ച സത്യഭാമാത്മജാ ദശ സാംബഃ സുമിത്ര പുരുജിത് സദജിത് ച സഹസ്രജിത് വിജയശ്ചിത്രകേതുശ്ച വസുമാൻ ദ്രവിഡക്രതുഃ ജാംബവത്യാ സുദാഹ്യേതേ സാംബാദ്യാ പിതൃസമ്മതാഃ വീരശ്ചന്ദ്രോശ്വസേനശ്ച ചിത്രഗുർ വേഗവാൻ വൃഷഃ ആമഃ ശങ്കുർവസു ശ്രീമാൻ കുന്തിഃ നാഗ്നജിതേ സുതാഃ ശ്രുതകവിർവൃഷോ വീരഃ സുബാഹുർഭദ്രയേകലഃ ശാന്തിർദർശഃ പൂർണമാസഃ കാളിന്ദ്യാഃ സോമഗോവരഃ പ്രഘോഷോ ഗാത്രവാൻ സിംഹോ ബലഃ പ്രബലഃ ഊർധ്വഗഃ മാദ്ര്യാ പുത്ര മഹാശക്തിഃ സഹ ഓജോ അപരാജിതഃ വൃഗോ ഹർഷോ അനിലോ ഗൃദ്രോ വർദ്ധനോ അന്നാദയേവ ച മഹാശഃ പാവനോ മന്യർമിത്രവിന്ദാത്മജാക്ഷുദിഃ സംഗ്രാമജിത് ബൃഹൽസേനഃ ശൂരഃ പ്രഹരണോ അരിജിത് ജയഃ സുഭദ്രോ ഭദ്രായാഃ വാമ ആയുശ്ച സത്യഗഃ ദീപ്തിമാൻ താമ്രതപ്താദ്യാ രോഹിണ്യാസ്തനയാ ഹരേഃ പ്രദ്യുമ്നാച്ചാനിരുദ്ധോ ഭൂത് രുക്മവത്യാം മഹാബലഃ പുത്ര്യാം തു രുക്മിണോ രാജൻ നാംനാ ഭോജഗടേ പുരേ ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവുഃ കോടിശോ നൃപ മാതര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശഃ രാജോവാച കഥം രുക്മ്യരിപുത്രായ പ്രാഗാദ്ദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്ത്വം ഹന്തും രന്ധ്രം പ്രതീക്ഷത്തെ ഏതദാഖ്യാഹി മേ വിദ്വൻ ദിശോർവൈവാഹികം മിതഃ അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിനഃ ശ്രീശുക ഉവാച വൃതസ്വയംവരേ സാക്ഷാത് അനംഗോ അംഗയുതസ്തയാ രാജ്ഞഃ സമേതാൻ നിർജിത്യ ജഹാരൈകരഥോ യുധി യദ്യപ്യനുസ്മരൻ വൈരം രുക്മീ കൃഷ്ണാവമാനിതഃ വ്യതരദ്ഭാഗിനേയായ സുതാം കുർവൻ സ്വസുപ്രിയം രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മസുതോ ബലി ഉപയേമേ വിശാലാക്ഷീം കന്യാം ചാരുമതീം കില ദൗഹിത്രായാനിരുദ്ധായ പൗത്രീം രുക്മ്യദദാധരേഃ രോചനാം ബദ്ധവൈരോപി സ്വസുഃ പ്രിയചികീർഷയാ ജാനന്നധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധനഃ തസ്മിന്നഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവൗ പുരം ഭോജഘടം ജഗ്മുഃ സാംബ പ്രദ്യുമ്നഗാദയഃ തസ്മിന്നിവൃത്ത ഉദ്വാഹേ കാലിംഗപ്രമുഖാ നൃപാഃ ദൃപ്താസ്തേ രുക്മിണം പ്രോജുഃ ബലം അക്ഷൈർവിനിർജയ അനക്ഷജ്ഞോ ഹ്യയം രാജൻ അപി തദ്വ്യസനം മഹത് ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈരുക്മ്യദീവ്യത ശതം സഹസ്രമയുതം രാമസ്തത്രാദദേപണം തം തു രുക്മ്യജയത്തത്ര കാലിംഗഃ പ്രാഹസദ്ബലം ദന്താൻ സന്ദർശയന്നുച്ചൈർനാമൃഷ്യത്തദ്ഹലായുധഃ തതോ ലക്ഷം രുക്മ്യഗൃഹ്ണാത് ഗ്ലഹം തത്രാജയദ്ബലഃ ജിതവാൻ അഹമിത്യാഹ രുക്മീ കൈതവമാശ്രിതഃ മന്യുനാക്ഷുഭിതഃ ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോ അതിരുഷാ ന്യർബുദം ക്ലഹമാദദേ തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ഛലമാശ്രിതഃ രുക്മീ ജിതം മയാത്രേ മേ വദന്തു പ്രാശ്നികാ ഇതി
തദാ ബ്രവീന്നഭോ വാണി ബലേനൈവ ചിതോക്ലഃ ധർമ്മതോ വചനേനൈവ രുക്മീ വദതി വൈ മൃഷാ താമനാദൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിതഃ സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിതഃ നൈവാക്ഷകോവിദായൂയം ഗോപാലാഭനഗോചരാः അക്ഷൈർദിവ്യന്തി രാജാനോ ബാണൈശ്ച നഭവാദൃശാः രുക്മിണൈവമധിക്ഷിപ്തോ രാജഭിശ്ച ഉപഹാസിതഃ ക്രുദ്ധഃ പരിഗമുദ്യമ്യ ജഗ്നേ തം നൃമ്ണ സംസദി കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താൻ അപാദയത് ക്രുദ്ധോ യോഹ സദ്വിവൃതൈർദ്വിജൈഃ അന്യേ നിർഭിന്ന ബാഹൂരുശിരസോരുതിരോക്ഷിതാഃ രാജാനോ ദുദ്രുവുർഭീതാ ബലേന പരിഗാർദിതാഃ നിഹതേ രുക്മിണി സ്യാലേനാബ്രവീത് സാധ്വസാധുവാ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാധരി തതോ നിരുദ്ധം സഹ സൂര്യയാവരം രഥം സമാരോപ്യ യയു കുശസ്ഥലീം രാമാദയോ ഭോജകടാദശാർഹാഃ സിദ്ധാഖിലാർത്താ മധുസൂദനാശ്രയാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധ വിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭഗവാന്റെ വിവാഹങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വിസ്തരിക്കുകയാണ് ഇനിയുള്ള ഏകദേശം 10ഓളം അധ്യായങ്ങൾ. രാജസൂയ യാഗം വരുന്നത് വരെയുള്ള ലീലകളൊക്കെ ഭഗവാന്റെ ഗൃഹസ്ഥ ആശ്രമ ജീവിതത്തെ വർണ്ണിക്കാൻ വേണ്ടി ആണ് പ്രധാനമായിട്ട്. എൻ്റെ ഇടയ്ക്ക് ബലരാമസ്വാമിയുടെ ചില യാത്രകളും ലീലകളും ഉണ്ട്. എന്തായാലും 60-ാം അധ്യായത്തിൽ ഭഗവാനും രുക്മിണിയുമായിട്ടുള്ള ആ ഒരു പ്രണയ കലഹത്തിലൂടെ രുക്മിണി എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്, ഭഗവാൻ എങ്ങനെയാണ് രുക്മിണിയെ കാണുന്നത്, ഭഗവാന്റെ മാഹാത്മ്യം എന്താണ്, തത്വം എന്താണ്, ഇതെല്ലാം കണ്ടു നമ്മൾ. ഈ 61-ാം അധ്യായത്തിൽ മറ്റ് ഭാര്യമാർ ഭഗവാനെ എങ്ങനെയാണ് കാണുന്നത്, എന്നാൽ ഭഗവാൻ അവരുടെയൊക്കെ എല്ലാതരം എന്താ പറയുക ചേഷ്ടകളും ആസ്വദിക്കുമ്പോഴും അതിലൊന്നും ഭ്രമിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അഥവാ മനസ്സിന് ഒരു ചലനവുമില്ല, ഒരു ചാഞ്ചല്യവുമില്ല. നിസ്സംഗനായിട്ട് തന്നെയാണ്, ഉള്ളുകൊണ്ട് ഒന്നിലും ഒട്ടലില്ലാതെ, ആസക്തിയില്ലാതെ, ഒരു പരിഭ്രമവുമില്ലാതെ ഒരു ലീലയായിട്ട് അദ്ദേഹം ദാമ്പത്യത്തെ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ആസ്വദിച്ച് കാണിച്ചു തരികയാണ് ലോകത്തിലുള്ള സകല ഗൃഹസ്ഥർക്കും. ടേക്ക് ഇറ്റ് ഈസി, കൂളായിട്ട് എല്ലാ കാര്യങ്ങളെയും കാണാൻ സാധിക്കുക. അതിനുള്ള വിദ്യ ആത്മവിദ്യയാണ്. ആത്മവിദ്യ വേണ്ട പോലെ ഗുരുകുലത്തിൽ നിന്ന് അഭ്യസിച്ചിട്ട് വേണം
സമാവർത്തനം കഴിഞ്ഞ് വിവാഹം കഴിക്കാം. ആ അറിവ് അവൻ്റെ ജീവിതത്തിൽ എന്നും വെളിച്ചമായിരിക്കും. അവൻ്റെ വ്യവഹാരങ്ങളൊക്കെ വേണ്ടതുപോലെയാവും, വെളിച്ചത്തിലുള്ള വ്യവഹാരങ്ങളാകും. പക്വതയുള്ള ജീവിതമായിരിക്കും. എല്ലാവരോടും സമഭാവനയോടെ പെരുമാറാനും തൻ്റെ ധർമ്മം നിഷ്ഠയോടുകൂടെ പരിപാലിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാം ആ അറിവാണ് അവന് ശക്തി കൊടുക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ആ അറിവില്ലായ്മയാണ് ഗൃഹസ്ഥ ജീവിതം നരകം ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമം എന്നുള്ളതിനെ പറയാൻ പറ്റില്ല. ഇന്നത്തെ ഗൃഹസ്ഥന്മാരുടെ ജീവിതം ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഗൃഹസ്ഥാശ്രമത്തെ പരിഹസിക്കലാണ്. റയറായിട്ടുണ്ടാവും. ആ തലമുറകൾ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറ, ന്യൂ ജനറേഷൻ എന്നുള്ളത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയാൻ പറ്റില്ല, ഗൃഹസ്ഥ ജീവിതം എന്നുപോലും പറയാൻ പറ്റാത്ത രീതിയിൽ എവിടെയും തൊടാത്ത ജീവിതം അല്ലേ. ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലേ ഗൃഹസ്ഥൻ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഗൃഹത്തിൽ ഉറച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ജീവിതം ആയിരിക്കണം ഗൃഹസ്ഥന്റെ ജീവിതം. അത് ആശ്രമമാവുന്നത് ധർമാനുഷ്ഠാനമാവുമ്പോഴാണ്. എന്താണ് ഗൃഹസ്ഥന്റെ ധർമ്മം എന്നറിഞ്ഞ് അത് അനുഷ്ഠിക്കുമ്പോഴാണ് അത് ഗൃഹസ്ഥ ആശ്രമമാകുന്നത്. ഷോഡശ സംസ്കാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വന്ന് പക്വതയാർജിച്ച് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ വീഴ്ചയില്ലാതെ ചെയ്തുകൊണ്ട് താൻ ചെയ്യുന്ന ഉപജീവന മാർഗം അത് ധാർമ്മികമായി ചെയ്ത് അതിലൂടെ ധാർമ്മികമായി ധനം സമ്പാദിച്ച് ധാർമ്മികമായ കാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് കുടുംബത്തെ രക്ഷിച്ച് സന്തതികളെ പരിപാലിച്ച് വേണ്ടതുപോലെ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ആകുമ്പോഴാണത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയും. അപ്പം ഇന്ന് കുട്ടികൾ ഒന്നിനും എന്താ പറയുക, ഒരു വ്യവസ്ഥയില്ല, ഒരു സ്ഥിതിയില്ല, പ്രവചന അതീതമായിട്ടാണ് അവരുടെ പെരുമാറ്റവും ജീവിതവും പോയിക്കൊണ്ടിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാ വിശ്വസിക്കുക? ആര് വിശ്വസിക്കും? അല്ലേ? മനുഷ്യന് വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാവണം. ഇയാളുടെ സ്വഭാവം ഇന്നതാണ്, ഇയാൾ ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ഇന്നന്ന കാര്യങ്ങൾ മാത്രമേ അയാൾ ചെയ്യുള്ളൂ, ഇന്നതൊന്നും ചെയ്യില്ല, അധാർമികമായിട്ടുള്ള കർമ്മങ്ങളൊന്നും അയാൾ ചെയ്യില്ല, ധാർമ്മികമായത് മാത്രമേ ചെയ്യുള്ളൂ, അയാൾക്ക് വാക്കിന് വ്യവസ്ഥയുള്ള ആളാണ്, ധർമ്മം ആചരിക്കുന്ന ആളാണ്, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെക്കുറിച്ചൊരു സ്വഭാവത്തെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയാൽ മാത്രമേ അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അയാൾക്ക് ഒരു അത്യാവശ്യം വന്നാൽ സഹായിക്കാൻ നമുക്ക് തോന്നുള്ളൂ. ഒരു കടം ചോദിച്ചാൽ കൊടുക്കണമെങ്കിൽ അയാൾക്കൊരു പ്രെഡിക്റ്റബിലിറ്റി വേണം, അയാൾക്കൊരു സ്വഭാവം വേണം. അങ്ങനെ യാതൊരു സ്വഭാവ ദാർഢ്യവുമില്ലാത്ത, നിശ്ചയമില്ലാത്ത, താന്തോന്നികളായി നടക്കുന്ന ആളുകൾക്ക് ആര് എന്ത് കൊടുക്കാനാണ്? അല്ലേ? എന്ത് സഹായം ചെയ്യും? എങ്ങനെ റിലേറ്റ് ചെയ്യും? അപ്പോൾ അതൊരു തരം അങ്ങനെയുള്ളവരുടെ ജീവിതം അരാജകത്വം എന്ന് പറയും. അത് ഇപ്പോൾ കൂടി വരികയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും
ആ അരാജകത്വം വർദ്ധിച്ചത് ഇവിടുത്തെ എന്താ പറയുക ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അവരുടെ ഭരണം കൊണ്ടാണ്, അവരുടെ സ്വാധീനം കൊണ്ടാണ്. അവർ സംസ്കാരത്തെ എന്താ പറയുക അവരുടെ രീതിയിലേക്ക് മാറ്റി 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 കൊണ്ടുവന്നു. ഇപ്പോൾ അവർക്ക് തന്നെ ഒരു വ്യവസ്ഥയും ഇല്ലാതായി. മുമ്പ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു മൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിരീശ്വരവാദവും അതുപോലെ എന്താ പറയുക ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില മൂല്യങ്ങൾ പണ്ട് ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. ഇപ്പോൾ ഒരു മൂല്യവുമില്ല. ഇപ്പോൾ അന്നാൾ തോന്നുന്നതാണ് നിയമം. അവരുടെ ആരാണോ അവർക്ക് വോട്ട് കൊടുക്കുന്നത്, അവരെ അനുകൂലിക്കുന്നത്, അവർക്ക് വേണ്ടി എന്തും പറയുക ചെയ്യുക, അതായി മാറി. അപ്പം അങ്ങനെ ഈ നമ്മുടെ നാട്ടിനെ നശിപ്പിക്കുന്നതിൽ, സംസ്കാരത്തെ നശിപ്പിക്കുന്നതിൽ, ജനങ്ങളിൽ അരാജകത്വം കൊണ്ടുവരുന്നതിൽ ഈ വേടന്മാരെ പോലെയുള്ള ആളുകളെയൊക്കെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് അവരുടെ കവിതകൾ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന രീതിയിലും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു എന്താ പറയുക അംബാസഡറെ പോലെ അവതരിപ്പിക്കുന്നതിലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു. കഞ്ചാവടിച്ച് സ്ത്രീ പീഡനം നടത്തി തോന്നിയ വാസം വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പാടി നടക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ മാതൃകകളായി യുവാക്കൾക്ക് പ്രചോദനം നൽകുന്നത്. അപ്പം ഇന്നത്തെ യുവ തലമുറ എന്താ പറയുക, ഒരു ചിന്തയുമില്ല, ഒരു വ്യവസ്ഥയുമില്ല, എവിടേക്കാ പോകണമെന്നും അവർക്കറിയില്ല. കഞ്ചാവടിച്ചും തോന്നിയവാസം കാണിച്ചും നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ. വലിയ കഷ്ടമാണ്, ചിന്തിച്ചാൽ ഭയാനകമാണ്. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെയൊക്കെ ചിന്ത. അവരെയൊക്കെ എങ്ങനെ ഈ പടുകുഴികളിൽ നിന്ന് കരകയറ്റാൻ പറ്റും? അതിനുള്ള ശക്തി നമുക്കുണ്ടോ? നമ്മൾ അവരെ കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മളെ കൂടി പിടിച്ചു വലിച്ച് ആ കുഴിയിലേക്ക് ഇടുന്ന ശക്തി അവർക്കുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കരകയറ്റാനായിട്ട് ശ്രമിക്കുന്നത് പോലും നമ്മൾ വീഴാതെ നോക്കണം. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഗൃഹസ്ഥ ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതം എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് അവ്യവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം തന്നെ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലായ്മയാണ്. ജീവിതത്തെ സംബന്ധിച്ച ദർശനം കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇല്ല. കുറേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും മാത്രം പഠിച്ചതുകൊണ്ട് ഒന്നും ആയില്ല. എല്ലാറ്റിലും A+ വാങ്ങിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ അച്ഛനമ്മമാർ ആകെ കൂടി ശ്രദ്ധിക്കുന്നത് അതിൽ മാത്രമാണ്. പിള്ളേർക്ക് A+ ഉണ്ടോ, പിള്ളേരെല്ലാറ്റിലും ഫസ്റ്റ് വരുന്നുണ്ടോ, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം, ആ സിലബസിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അവരെ നല്ല മനുഷ്യരാക്കാൻ രക്ഷിതാക്കൾ മറന്നു പോകുന്നു. നല്ല പാത്രതയുണ്ടെങ്കിലേ അതിലുള്ള ദ്രവ്യങ്ങൾ പ്രയോജനമുള്ളതായിരിക്കുള്ളൂ. അതുപോലെയാണ് സ്വഭാവം ആണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യത. ആ സ്വഭാവ നന്മയില്ലാത്ത ആളുകൾക്ക് എന്ത് വിദ്യാഭ്യാസം, എത്ര തന്നെ യോഗ്യതകൾ, എത്ര തന്നെ ധനം, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടും അവൻ നേരെയാവുന്നില്ല എന്ന് മാത്രമല്ല, നശിച്ചു പോകുന്ന മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസമാണ് മുഖ്യം. അധ്യാത്മവിദ്യ, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന വിദ്യ, ആ ലക്ഷ്യത്തെ പ്രാപിക്കാനുള്ള മാർഗമായ ധർമ്മം അനുഷ്ഠിക്കാനുള്ള വിദ്യ. ലക്ഷ്യം പരമപുരുഷാർത്ഥമായ മോക്ഷമാണ്. അതിനുള്ള മാർഗം
ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങൾ സമ്പാദിച്ച് അന്ധക്കരണ ശുദ്ധി നേടി ആ മോക്ഷത്തിലേക്ക് എത്തലാണ്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കാത്ത കാലത്തോളം ഇനിയും കൂടുതൽ കൂടുതൽ ആസുര സ്വഭാവം വർദ്ധിച്ചു വരാനാണ് പോകുന്നത്. അതാണിപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക. ആസുര സ്വഭാവമാണ് കുട്ടികളിൽ വളർന്നു വരുന്നത്. ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ഭ്രാന്തന്മാരുടെ കൂട്ടം. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് പാലക്കാട്ടേക്ക് വരുമ്പോൾ മെലിഞ്ഞാന്ന് എൻ്റെ ട്രെയിനിൽ കുറേ കുട്ടികളാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ഉള്ള പിള്ളേരാണ്. കേന്ദ്രീയ വിദ്യാലയത്തിൽ ഏതോ കായിക ഇതിനു വേണ്ടി അവർ പാലക്കാട്ടേക്ക് വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഖോ ചാമ്പ്യൻഷിപ്പ്, അതിന് തിരുവനന്തപുരം കേന്ദ്രീയ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു 10ഓളം കുട്ടികളുണ്ട്. അവരുടെ അധ്യാപകരുണ്ട്. അധ്യാപകർ എവിടെയോ പോയിരിക്കണം, അവരെ ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം അവർക്ക് പേടിയായിരിക്കും. അവരവരുടെ പാട്ടിന് ദൂരെ എവിടെ പോയിരിക്കണം. ഈ പിള്ളേരെ കൂത്തുമറിയാനായിട്ട് വിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയിലും മൊബൈലുണ്ട്. ആ മൊബൈലിൽ ഇവർ ആരെയൊക്കെയോ വിളിക്കണു, എന്തൊക്കെയോ പറയണു. ബഹളം തന്നെയായിരുന്നു, ബഹളം. ഭക്ഷണമൊക്കെ അവർ വിളിച്ചു പറയാനൊക്കെ അവർക്ക് നല്ല സാമർഥ്യമുണ്ട്. ഓരോ പിള്ളേരും പറയണു, എന്താ സ്വിഗ്ഗിയിൽ വിളിക്കുക, സൊമാറ്റോയിൽ വിളിക്കുക, നമുക്ക് ഇന്ന സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തരാൻ പറ, കാശ് ഇന്ന മാഷെടുത്ത് നമുക്ക് മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടുള്ളത്. ആകെ ബഹളമായിരുന്നു. എന്നിട്ടോ ആ ബോഗിയിലുള്ള സർവ്വ കമ്പിളികളും പുതപ്പുകളും തലയിണകളും അത് രാത്രി കിടക്കാൻ ഉപയോഗിക്കാനുള്ളതാണ്. പകൽ തന്നെ അവർ വല്ല നായ്ക്കൾ പെരുമാറിയ പോലെയായി. നായ്ക്കൾ കടിച്ചു കീറിയ പോലെ അവിടെ വലിച്ചു കീറി എല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിള്ളേരോട് അവസാനം വൈകുന്നേരമായപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ യുദ്ധക്കളം പോലെ ഇട്ടിട്ട് പോകുന്നത് മര്യാദയല്ല, എല്ലാം ഒന്നും എടുത്ത് മടക്കി വെക്കുമെന്നൊന്ന്. ഒരു പയ്യൻ മാത്രത്തിൽ മര്യാദ കാണിച്ചു. അവനെല്ലാം നിന്ന് ഷീറ്റുകളൊക്കെ മടക്കി അടുക്കി വെച്ചു. പകല് ആവശ്യമേ ഇല്ല ഇതിൻ്റെ ഒന്നും ഉപയോഗം. 10 പിള്ളേർക്ക് 20 കമ്പിളിയും 20 ബെഡ്ഷീറ്റും ഉള്ള തലയണയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള തലകിടായി മറിയുന്ന ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത അധ്യാപകരെ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പിള്ളേരാണ്. ഞങ്ങൾക്ക് അത് വാങ്ങിച്ചു തരൂ, ഇത് വാങ്ങിച്ചു തരൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന പിള്ളേർ. 7ാം ക്ലാസ് 8ാം ക്ലാസ്സേ ഉള്ളൂ, ചെറിയ പിള്ളേർ. 8ാം ക്ലാസ് ആയിരിക്കും പരമാവധി. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറകളുടെ ഒരു പരിച്ഛേദം. മുഴുവനൊന്നും ചിലതൊന്നും പറയാൻ കൊള്ളില്ല. പിള്ളേർ തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറിയ പിള്ളേർ എന്താ ചെയ്യുക. അപ്പോൾ ഈ മൂല്യങ്ങൾ, സംസ്കാരം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം, ഇതൊക്കെ കൊടുക്കാത്ത വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസം? ആഭാസം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, എന്തിനു പറയണം, യൂണിവേഴ്സിറ്റിയിലെ വേടൻ്റെ വൃത്തികെട്ട ഭാഷ പഠിക്കാനുള്ള വിഷയമായി മാറുമ്പോൾ എന്തായിരിക്കും സമൂഹത്തിൻ്റെ നിലവാരം എന്ന് ചിന്തിക്കാവുന്നതാണ്. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയും ആശാനും ഉള്ളൂരും വള്ളത്തോളും അല്ലെങ്കിൽ സുഗതകുമാരിയും ONVയും വരെ പുറത്തായി കഴിഞ്ഞു. കലാലയങ്ങളുടെ പുസ്തകങ്ങളിലോ
സ്കൂൾ പുസ്തകങ്ങളിലോ ഒരു വിഷയവുമല്ല. നല്ല നല്ല കവികൾ കേരളീയരായിട്ടുള്ള അല്ലേ, ജി ശങ്കരക്കുറുപ്പോ പി കുഞ്ഞിരാമൻ നായരോ അപ്പോൾ അങ്ങനെയുള്ള നല്ല കവിതകളെയൊക്കെ പുറത്താക്കി വൃത്തികെട്ട സാഹിത്യമാണിപ്പോൾ. സാഹിത്യമല്ല, അത് അബദ്ധങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഭഗവാന്റെ ആ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ഒരു നിശ്ചയമായിട്ടുള്ള ഒരു ഭാവം, സ്ഥിതപ്രജ്ഞത, ഒന്നിലും ഭ്രമിക്കാതെ തൻ്റെ ഭാര്യമാരെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ഭഗവാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ ധർമ്മങ്ങളും അദ്ദേഹം ചെയ്ത് അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നു. അദ്ദേഹം കുട്ടികളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, തൻ്റെ ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഭാര്യമാരോട് ശൃംഗാരവും കളിയും ചിരിയും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ആഴത്തിൽ എന്താ പറയുക സ്പർശിക്കുന്നില്ല, അദ്ദേഹത്തെ ഭ്രമിപ്പിക്കുന്നില്ല, സ്ത്രീലമ്പടൻ ആക്കുന്നില്ല, ഒരു കാമുകനാക്കുന്നില്ല. കാമുകനെ പോലെ പെരുമാറുന്നുണ്ടാവാം, പക്ഷെ അദ്ദേഹം ഒരു കാമുകനല്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. 61-ാം അധ്യായത്തിൽ ഭഗവാന്റെ ഭാര്യമാർ ഓരോരുത്തരും 10 പുത്രന്മാരെ ജനിപ്പിച്ചു. അവർ എല്ലാ ആത്മസമ്പത്ത് കൊണ്ടും പിതുഹു അനവമാൻ എന്ന് പറഞ്ഞു, പിതാവിന് ഒട്ടും താഴെയുള്ളവരല്ല, തുല്യന്മാരായിട്ടുള്ള, ന്യൂനന്മാരല്ലാത്ത അന്യൂനന്മാരായ പുത്രന്മാർ. അങ്ങനെയുള്ള 16,008 പേർക്കും 10 പേരാവുമ്പോൾ 1,60,60,000 ആൺകുട്ടികൾ തന്നെയായി. തുടർന്ന് ഭഗവാൻ ഗൃഹങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല, തങ്ങളോടുകൂടെ തന്നെ എപ്പോഴും കഴിച്ചു കൂട്ടുന്നു എന്ന് വിചാരിച്ച് സ്ത്രീകളെല്ലാവരും വിചാരിച്ചു ഭഗവാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഭഗവാന് ഞാനും ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ ഭഗവാന്റെ വാസ്തവം പരമാർത്ഥം അവര് അറിയുന്നവരല്ല. ഭഗവാന്റെ മനോഹരമായ താമരമൊട്ട് പോലെയുള്ളതായിട്ടുള്ള മുഖവും, ഭഗവാന്റെ നീണ്ട കൈകൾ, നീണ്ട കണ്ണുകൾ, ഭഗവാന്റെ പ്രേമഹാസത്തോടുകൂടിയ ശൃംഗാരരസത്തോടുകൂടിയതായിട്ടുള്ള നോട്ടം, മനോഹരമായിട്ടുള്ള സല്ലാപങ്ങൾ, ഇതുകൊണ്ടെല്ലാം മോഹിതരായ വനിതകൾ അവരുടെ വിഭ്രമങ്ങളെ കൊണ്ട് ഭഗവാന്റെ മനസ്സിനെ ജയിക്കുവാനായി കൊണ്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും സംശക്തരായില്ല. അവര് ഭഗവാന്റെ മനസ്സിനെ ജയിക്കാൻ ശക്തരായില്ല. അവരുടെ മന്ദഹാസപൂർവമായ നോട്ടം, അതുപോലെ അവരുടെ ഭാവഹാരിയായ ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ഡം, എന്നാൽ പുരികക്കൊടിയുടെയൊക്കെ ചലനം കൊണ്ടും ഒക്കെ അവരുടെ ശൃംഗാരഭാവങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അനംഗബാണൈഹി എന്ന് പറയുന്നത് കാമദേവന്റെ ബാണങ്ങൾ പോലെ സമർത്ഥങ്ങളാണ് ഇവരുടെ ഈ ഭാവങ്ങളെല്ലാം. അങ്ങനെയുള്ള ഭാവങ്ങളെ കൊണ്ടെല്ലാം ആ 16 സഹസ്രം 16,000 ആ പത്നിമാരും അവരുടെ പ്രവൃത്തികളെ കൊണ്ടും യസ്യ ഇന്ദ്രിയം വിമതിതും ന ശേകുഹു, ഏതൊരു ഭഗവാന്റെ ഇന്ദ്രിയത്തെ മതിക്കുവാനായിക്കൊണ്ട് ശക്തരായില്ല, ന ശേകുഹു എന്ന് പറഞ്ഞു.
അതുവരെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി 5ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേതി ദയാനുരാഗഹാസാവലോക നവസംഗമലാലസാദ്യം. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേതി ദയാനുരാഗഹാസാവലോക നവസംഗമലാലസാദ്യം. പ്രകാരം ഇത്തം താഹ സ്ത്രീയഃ, ആ സ്ത്രീകൾ രമാപതിം പതിം അവാപ്യ, രമാപതിയെ പതിയായി പ്രാപിച്ചിട്ട്, രമാപതി ലക്ഷ്മീപതിയായ വിഷ്ണുവിനെ തന്നെ അവരുടെ ഭർത്താവായി ലഭിച്ചിട്ട്, പതിം പ്രാപ്യ അവാപ്യ യദീയാം പദവിം ബ്രഹ്മാദയഃ അപി ന വിദുഃ, ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ച ഭാഗ്യത്തെ, അതാണ് പദവി എന്ന് പറയുന്നത്, എന്തൊരു യോഗ്യത അവർക്ക് ലഭിച്ചുവോ, അവരെത്ര പുണ്യാത്മാക്കളാണ് ഈ സ്ത്രീകൾ, ഭഗവാനെ തന്നെ ഭർത്താവായി കിട്ടണമെങ്കിൽ എത്ര പുണ്യാത്മാക്കളാണ്. അങ്ങനെയുള്ള അവരുടെ സ്ഥാനത്തെ, അവരുടെ പദവിയെക്കുറിച്ച് ബ്രഹ്മാദയഃ അപി ന വിദുഃ, ബ്രഹ്മാദികൾക്ക് പോലും അറിയില്ല, അത്രയും മാഹാത്മ്യമേറിയവരാണ് ഈ സ്ത്രീകൾ എന്ന് പറയുക. അങ്ങനെയുള്ള ആ സ്ത്രീകള് അവിരതം ഏതിദയാമുദ, അവിരതം വിരതി കൂടാതെ എന്ന് വെച്ചാൽ വിശ്രമമില്ലാതെ, ഇന്റർവെല്ലില്ലാതെ എപ്പോഴും വർദ്ധിച്ച സന്തോഷത്തോടുകൂടി, ഏതിദയാമുദ, ഏതിദം വർദ്ധിതം, വർദ്ധിച്ച സന്തോഷത്തോടുകൂടി അനുരാഗഹാസ അവലോക നവസംഗമ ലാലസാദ്യം ഭേജു, ഈ ഭാവങ്ങളെ ഭജിച്ചു എന്നാണ്. ഭഗവാനെ അവര് സേവിക്കുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് അവർ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. അനുരാഗപൂർവകമായിട്ട്, ഹാസ അവലോക, മന്ദഹാസത്തോടെ നോട്ടങ്ങൾ, ഭഗവാനോടുള്ള ശൃംഗാരപൂർവമായ അവലോകനങ്ങൾ, നവസംഗമ ലാലസാദ്യം, നവസംഗമത്തിൽ ഉള്ള ആ ലാലസം, ഔത്സുക്യം മുതലായവ കൊണ്ട്, ആദ്യം എന്നുള്ളത് ആ മുതലായവയെ ഭജിച്ചു എന്നാണ്. അപ്പോ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ആ ഒരു പുതുമ നഷ്ടപ്പെടുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഈ സ്ത്രീകൾക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുന്നില്ല, അവരുടെ ഭഗവാനോടുള്ള അനുരാഗത്തിന്, പെരുമാറ്റത്തിന്, പ്രേമപ്രകടനങ്ങൾക്ക് ഒന്നിനും ഒരു ശോഷണവും സംഭവിക്കുന്നില്ല. അവരുടെ മന്ദഹാസത്തിന് ഒരു മങ്ങലേൽക്കുന്നില്ല, അവരുടെ നോട്ടത്തിന് ശൃംഗാരത്തിന്റെ ആ ഒരു രസം ഒട്ടും കുറയുന്നില്ല. എപ്പോഴും നവസംഗമ ലാലസം. നവസംഗമം എന്ന് പറഞ്ഞാൽ പുതിയതായി സംഗമിക്കും പോലെയുള്ള ആ ഒരു ഉത്സാഹം. മധുവിധു എന്ന് പറയില്ലേ, വിവാഹം കഴിഞ്ഞ പുതിയ ദിവസങ്ങൾ, ആദ്യ ദിവസങ്ങൾ മധുവിധുവാണ്. അതുപോലെയാണ് ഇവർക്ക് ജീവിതം മുഴുവൻ. എന്തുകൊണ്ടാണ്? ആ സ്നേഹമാണ് അതിന് കാരണം. ആ സ്നേഹത്തിന് കാരണം എന്താണ്? ആ സ്നേഹത്തില് ഒരു കാപട്യമില്ല, വഞ്ചന. എന്താണ് കാപട്യത്തിനൊക്കെ കാരണം? സ്നേഹത്തിൽ കപടത എങ്ങനെയാ വരുന്നത്? പ്രതിഫലേച്ഛ ഉണ്ടാകുമ്പോഴാണ് സ്വാർത്ഥത കയറി വരുന്നത്. സ്വാർത്ഥത തന്നെയാണ് പ്രതിഫലേച്ഛ. എനിക്കെന്ത് കിട്ടും? ഞാൻ ഇയാളെ സ്നേഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടും? ഞാൻ ഇയാൾക്ക് ഇന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടും? ഭാര്യമാര് ചിന്തിക്കണം. താൻ ഭർത്താവിനെ ഇങ്ങനെയൊക്കെ സേവിക്കുന്നു, അയാൾ തന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല, എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കുന്നില്ല, എൻ്റെ നേരെ നോക്കി ഒന്ന് ചിരിക്കുന്നില്ല, അല്ലേ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്നില്ല, ഒരു നല്ല വാക്കുകൊണ്ട് വിഷ് ചെയ്യുന്നില്ല. ഇതാണ് സ്ത്രീകളുടെ ഇന്നത്തെ കംപ്ലൈന്റുകൾ. അപ്പൊ തിരിച്ചും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും
അവരുടെ ആ ഊഷ്മളത നഷ്ടപ്പെടുന്നു. സ്നേഹം എന്താ അതിൻ്റെ നവം എന്നുള്ളതായിട്ടുള്ള ഔത്സുക്യം നഷ്ടപ്പെട്ട് ബോറടിക്കുന്നവർക്ക് പരസ്പരം കാണുന്നത് തന്നെ ഒരു ചതുർത്ഥി എന്ന് പറയും പോലെ അലർജി ആയിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു സ്നേഹപ്രതീക്ഷ. സ്നേഹമല്ല, ഓരോ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് എന്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. നേരെ മറിച്ച് യഥാർത്ഥ സ്നേഹം ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കലാണ്. അത് ശീലിക്കണം. അത് കൊടുത്തു തന്നെ ശീലിക്കണം. ഇങ്ങോട്ട് പ്രതീക്ഷയില്ലാതെ കൊടുക്കാൻ ചെറുപ്രായത്തിൽ തന്നെ ശീലിപ്പിക്കണം. അമ്മമാർ, കുടുംബത്തിലുള്ള മുതിർന്നവർ അത് കൊടുത്ത് കാണിച്ച് കുട്ടികളെ കൊണ്ടും കൊടുപ്പിച്ച് ശീലിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് കുട്ടികളെയും കൂടി അതിൽ പങ്കു ചേർക്കണം. ഓരോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അപ്പോൾ അവർക്ക് ആ സംസ്കാരം വരും. നമ്മുടെ ചുറ്റുപാടുള്ള കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുക. അത് നമ്മൾ ചെയ്യുമ്പോൾ അത് കുട്ടികളെ അറിയിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. നമ്മുടെ ബന്ധുക്കളുടെ ഉള്ളിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടാവും. അവരുടെ ആവലാതികൾ കേൾക്കുമ്പോൾ നമുക്ക് ദയ തോന്നുക, അവരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കണ്ടു വളരണം. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഈ ഒരു ആർദ്രത വളരുകയുള്ളൂ. ഈ ആർദ്രത ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടതാണ്. നന്മ എന്നുള്ളത് അത് ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ ആർദ്രതയാണ്. അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്, കുട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ കണ്ട് പഠിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലും ആ ആർദ്രത ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ തന്നെ കല്ല് പോലെയുള്ള മനസ്സുകൊണ്ട് ആരെയും ഒരു തരത്തിലും സഹായിക്കാതെ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട്, ആര് നമ്മുടെ അടുത്ത് എന്ത് സഹായം ചോദിച്ചു വന്നാലും പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, അവരെ ആട്ടി അകറ്റിക്കൊണ്ട്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മളെക്കാൾ മൂത്ത രാക്ഷസന്മാരായി മാറും. നമ്മളെന്താണോ കാണിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടായിരിക്കും അവർ ഭാവിയിൽ കാണിക്കുക. ഇതാണ് അവർ പഠിക്കുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ മനസ്സിന് ആർദ്രത ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് സമൂഹത്തോടും അച്ഛനമ്മമാരോടും ഒക്കെ കടപ്പാടുകൾ ഉണ്ടാവുള്ളൂ. അച്ഛനമ്മമാരെ ഭാവിയിൽ അവർ സ്നേഹത്തോടെ, കരുതലോടെ വയസ്സുകാലത്ത് നോക്കണമെങ്കിൽ, തിരിഞ്ഞു നോക്കണമെങ്കിൽ, അച്ഛനമ്മമാരോട് ഒരു കരുതൽ അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവരുടെ ഉള്ളിൽ ആർദ്രത വേണം. ആ ആർദ്രത നിങ്ങൾ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങളെ നോക്കുക? അവരുടെ മനസ്സിനെ വല്ല സ്വാർത്ഥത കൊണ്ട് കല്ലുപോലെ ആക്കിയവരാണ് നിങ്ങൾ. എന്ത് കിട്ടിയാലും ആർക്കും കൊടുക്കരുത്, ഇത് നിനക്ക് മാത്രമുള്ളതാണ്, ആർക്കും കാണിച്ചു പോലും കൊടുക്കണ്ട, ആരോടും പറയണ്ട എന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അനുഭവിപ്പിച്ച് ഒളിപ്പിച്ചു വെച്ച് അങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ആർക്കും ഒരു പ്രയോജനമുള്ളവരായിരിക്കില്ല. അവരെല്ലായിടത്തുനിന്നും എന്ത് കിട്ടുന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അവർക്ക് സ്വാർത്ഥതയേ ഉള്ളൂ. അവരുടെ ജീവിതം സെൽഫ് സെൻറ്റേർഡാണ്. അവരിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ചുറ്റുപാടുകളിലേക്ക് വികസിക്കുന്നില്ല. അതാണ് നമ്മളിന്ന് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനമ്മമാരുടെ വിവരക്കേട് കൊണ്ട്, വളർത്തു ദോഷം കൊണ്ട് സംഭവിച്ചതാണ്. ആ വളർത്തു ദോഷമാണ് കാരണം. അച്ഛനമ്മമാരെ തന്നെയാണ് ചീത്ത വിളിക്കേണ്ടത്. മര്യാദയ്ക്ക് മക്കളെ വളർത്താത്തതിൻ്റെ ദൂഷ്യഫലം അവനവൻ തന്നെ അനുഭവിക്കുക. വയസ്സുകാലത്ത് അവനവൻ തന്നെ അനുഭവിക്കുക. മക്കളുടെ കയ്യിൽ നിന്ന് ആട്ടും തുപ്പും കേട്ട്, അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോമിലും ആക്കപ്പെട്ട് ജീവിക്കുന്നത്. അപ്പം എല്ലാവരും സ്വന്തം സുഖം, സ്വന്തം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയവാസം,
തനിക്കെന്ത് കിട്ടും എന്നുള്ള സ്വാർത്ഥ ലാഭം, ഇതിനാലാണ് എല്ലാവരും ഇന്ന് നയിക്കപ്പെടുന്നത്. കോൺട്രിബ്യൂട്ടിങ് ആറ്റിറ്റ്യൂഡല്ല, കൺസ്യൂമിങ് ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ഭൂരിപക്ഷം സമൂഹത്തിനുള്ളത്. കൺസ്യൂമറായിരിക്കുക, എന്തും എവിടുന്ന് കിട്ടുന്നതും ഇങ്ങോട്ട് സ്വീകരിക്കുക, അനുഭവിക്കുക. മറ്റൊരാൾക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ട സ്വഭാവം വളർത്തുന്നില്ല. ഞാനൊരു സമൂഹത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് ഒരു കോൺട്രിബ്യൂട്ടർ ആയിരിക്കണം എന്നാണ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കേണ്ടത്, അത് കാണിച്ചു കൊടുക്കേണ്ടത്. അതിനാണ് പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ഗൃഹസ്ഥൻ ശീലിക്കേണ്ടത്, ചെയ്യേണ്ടത്, കുട്ടികൾക്ക് പരിശീലിക്കേണ്ടത്. അപ്പോൾ ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഹ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാവിരതമേതി ദയാനുരാഗഹാസാവലോക നവസംഗമലാലസാദ്യം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ ഒരു ഊഷ്മളത ഉണ്ടാവാൻ ഉള്ളിൽ ആർദ്രത വളർത്തണം. തമ്മിൽ തമ്മിൽ വിട്ടുകൊടുക്കൽ, തമ്മിൽ തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് സേവനം കൊണ്ടാണ്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മറ്റുള്ളവരോടുള്ള സേവനത്തിലൂടെയാണ്. തിരിച്ചപ്പോൾ നമുക്ക് അർഹിക്കുന്നത് കിട്ടും. ആ ഒരു എത്ര കിട്ടി, എന്ത് കിട്ടി എന്ന് കണക്കെടുക്കുകയല്ല, ലാഭനഷ്ടത്തിൻ്റെ കണക്കെടുക്കലല്ല സ്നേഹം, ജീവിതം. കിട്ടിയതൊക്കെ ലാഭം. കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എത്ര കൊടുക്കാൻ പറ്റുന്നോ അത്രയും ധനികനാണ് നിങ്ങൾ. കൊടുക്കുന്തോറും വർദ്ധിച്ചു വരികയും ചെയ്യും. ഈശ്വരൻ്റെ ഒരു നിയമം അതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നുവോ അത് നമ്മുടെ കയ്യിൽ വർദ്ധിച്ച് 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 വരും. നമ്മുടെ കയ്യിലുള്ളത് അറിവാണെങ്കിൽ അറിവ് കൊടുക്കുന്തോറും അറിവ് വർദ്ധിച്ചു വരും. ധനം ആണെങ്കിൽ ധനം കൊടുക്കുന്തോറും ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ഭഗവാൻ വർദ്ധിപ്പിച്ചു തരും. എല്ലാ കഴിവുകളും ഭഗവാൻ തന്നെ വർദ്ധിപ്പിച്ചു തരും. നമ്മൾ യോഗ്യരായിട്ടുള്ള ആളാണെന്ന് ഭഗവാൻ അറിഞ്ഞ് നമുക്ക് വേണ്ടത് തരും. അപ്പോൾ ഈ ശ്ലോകം മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് 59-ാം അധ്യായത്തിൽ 44-ാമത്തെ ശ്ലോകമായിട്ട്, അല്ലേ? അതിൽ ലാലസാദ്യം എന്നുള്ളതിന് പകരം ജൽപ്പലജ്ജ എന്നൊരു പാഠഭേദമേ ഉള്ളൂ. അസാവലോക നവസംഗമ ജൽപ്പലജ്ജ എന്ന് അവിടെ പറഞ്ഞു. അതുപോലെ അടുത്ത ശ്ലോകവും 59-ാം അധ്യായത്തിൽ 45-ാം ശ്ലോകമായിട്ട് പറഞ്ഞതാണ്. പ്രത്യുദ്ഗമാസന വരാർഹണ പാദസൗജ താംബൂല വിശ്രമണ വീജനഗന്ധമാല്യൈഃ കേശപ്രസാര ശയന സ്നപനോപഹാര്യൈഃ ദാസീശത അപി വിഭോർ വിദദുസ്മദാസ്യം. പ്രത്യുദ്ഗമാസന വരാർഹണ പാദസൗജ താംബൂല വിശ്രമണ ബീജനഗന്ധമാല്യൈഃ കേശപ്രസാര ശയന സ്നപനോപഹാര്യൈഃ ദാസീശതാ അപി വിഭോർ വിദദുസ്മദാസ്യം. അപ്പോ ഇവർക്കൊക്കെ, ഈ സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും 100 ദാസിമാരുണ്ടായിരുന്നു. ദാസീശതാ എന്നാണ് ആ സ്ത്രീകളെ വിശേഷിപ്പിച്ചതാണ്. ദാസീശതാ എന്ന് പറഞ്ഞാൽ ദാസിമാർ 100 കൂടെയുള്ളവർ. അങ്ങനെ ആയിരുന്നിട്ട് പോലും അവര് വിഭോഹോ ദാസ്യം വിദദുസ്മ, വിഭുവായ ഭഗവാന് ദാസ്യത്തെ ചെയ്തു അത്രേ. 100 ദാസിമാർ അവരെ ശുശ്രൂഷിക്കാനുണ്ടായിട്ടും അവർ ആ ശുശ്രൂഷകളെ ഏറ്റുവാങ്ങുന്നതിന് പകരം അവരെ കൊണ്ടാവും പോലെ ഭഗവാനെ ശുശ്രൂഷിക്കുന്നതിൽ നിരതരായിരുന്നു. അതാണ് വിഭോഹോ ദാസ്യം വിദദുസ്മ, വിഭുവിന് ദാസ്യത്തെ ചെയ്തു അത്രേ.
എങ്ങനെയൊക്കെയാണ് ഭഗവാന് ദാസ്യത്തെ ചെയ്തത് എന്നാണ് 3 വരിയിൽ പറഞ്ഞത്. അവരുടെ ദാസ്യം എങ്ങനെയൊക്കെയായിരുന്നു? പ്രത്യുദ്ഗമ ആസന വരാഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈ കേശപ്രസാര ശയന സ്നപന ഉപഹാര്യൈ. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് എണ്ണി പറഞ്ഞു. എന്തൊക്കെയാണ് ചെയ്തത്? പ്രത്യുദ്ഗമം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് ഗൃഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എതിരേറ്റ് ഓടി ചെല്ലുക സ്വീകരിക്കാനായിക്കൊണ്ട്. ഇത് നമ്മുടെ സ്വഭാവത്തിൽ എപ്പോഴും വേണ്ട ഒരു നല്ല ശീലമാണ്, നല്ല ഗുണമാണ്, എപ്പോഴും വേണ്ടതാണ്. എവിടെയും പ്രയോഗിക്കാവുന്നതാണ്. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു വിശിഷ്ടനായ ഒരു അതിഥി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് ഇവരൊക്കെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അവരെ റിസീവ് ചെയ്യാനായിട്ട് ഗേറ്റിലേക്ക് ചെല്ലുക, ഡോറിലേക്ക് ചെല്ലുക, എതിരേറ്റ് ചെല്ലുക, എന്നിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് അവരെ പ്ലീസ് ചെയ്യിക്കാനുള്ള എളുപ്പ വഴി. അപ്പോൾ അതൊന്ന് നമ്മുടെ നല്ല ഹാബിറ്റാക്കി മാറ്റുക. എപ്പോഴും എല്ലാവരുടെയും ഒരു ഗൃഹത്തിലാകട്ടെ, ഒരു ഫംഗ്ഷനിലാകട്ടെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്, വേണ്ടിടത്ത് ഉപയോഗിക്കാം. അപ്പോൾ പ്രത്യുദ്ഗമം എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു പ്രായോഗികമാക്കാവുന്ന നല്ല ശീലമാണ് എന്ന് പറയാം. സജ്ജനങ്ങൾക്കൊക്കെ അത് കുട്ടിക്കാലത്ത് തന്നെ കിട്ടിയിട്ടുള്ളത് സ്വഭാവത്തിലേ ഉണ്ട്. നമുക്കത് എവിടെ ചെന്നാലും അനുഭവിക്കാൻ കഴിയും, അല്ലേ? സജ്ജനങ്ങളുടെ അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ സജ്ജനങ്ങൾ നമ്മളെ കാത്തു നിൽപ്പുണ്ടാവും. നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ടാവും, ദിവസങ്ങളോളം മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് വാതിൽ തുറന്നു വെച്ച്, ഗേറ്റ് തുറന്നു വെച്ച്, എല്ലാം ഒരുക്കി വെച്ച്, കാല് കഴുകാൻ വെള്ളം, അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ എടുത്തു വെച്ച് കാവലാണ്. എപ്പോഴാ വരണം നോക്കിക്കൊണ്ട്. ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല. ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെയൊക്കെ ഗൃഹങ്ങളിൽ, എല്ലാവരുടെ ജീവിതത്തിലും. അത് വരുന്ന അതിഥികൾക്കുള്ള ഏറ്റവും വലിയ ബഹുമാനമാണ്, പൂജയാണ്. അതിഥി ദേവോ ഭവ. അതിഥിയെ ഈശ്വരനായി കാണുന്നവനായി ഭവിച്ചാലും നിനക്ക് അതിഥി ദേവനായിരിക്കട്ടെ, ഈശ്വരൻ തന്നെയായിരിക്കട്ടെ എന്നാണ് വേദം പറഞ്ഞത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്നവരെ ഈശ്വരനായി തന്നെ കണ്ട് എതിരേൽക്കാൻ, സ്വീകരിക്കാൻ സാധിക്കട്ടെ. ഇവിടെ ഭർത്താവിനെ ഭാര്യ സ്വീകരിക്കുകയാണ് പ്രത്യുദ്ഗമം. എല്ലാ വീടുകളിലും ഭാര്യമാരിങ്ങനെ ആണെങ്കിൽ ഭർത്താക്കന്മാർക്ക് ആ ഭാര്യമാരോടുള്ള പ്രേമം കൂടുകയേ ഉള്ളൂ. വീട്ടിലേക്ക് വരാൻ തോന്നും, അല്ലേ? എപ്പോഴാ വൈകുന്നേരം തൻ്റെ ഡ്യൂട്ടി കഴിയുന്നത്, വേഗം ഒന്ന് വീട്ടിലേക്ക് ചെല്ലണം എന്ന് തോന്നലുണ്ടാവും. മറ്റത് പല ഭർത്താക്കന്മാർക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവളുടെ മുഖം കാണണ്ടേ എന്ന് തോന്നിയിട്ട് വീട്ടിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നിപ്പോവും. എത്രത്തോളം വൈകി വരാൻ പറ്റുമോ അത്രയും വൈകി വരും, അല്ലെങ്കിൽ വരാതിരിക്കാൻ പറ്റുമോ അത്രയും വരാതിരിക്കാനും നോക്കും. ഇന്നത്തെ അവസ്ഥകൾ അതാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ. വീട് ഒരു ആകർഷണ കേന്ദ്രമാകട്ടെ, എല്ലാവരുടെ മനസ്സിനെയും റിലാക്സ് ചെയ്യുന്നൊരു കേന്ദ്രമായി മാറട്ടെ ഓരോ ഗൃഹങ്ങളും. ആ വീട്ടിലേക്ക് എല്ലാവർക്കും ഓടി വരാനായിട്ട് തോന്നട്ടെ. അങ്ങനെയുള്ള എന്താ പറയുക, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ശുശ്രൂഷയുടെ എല്ലാം ഒരു ആശ്രയ കേന്ദ്രമായി, വിശ്രമസ്ഥാനമായി വീടുകൾ മാറട്ടെ. അപ്പോൾ പ്രത്യുദ്ഗമം, ആസനം. ഭർത്താവ് വരുമ്പോഴേക്കും, ഭഗവാൻ വരുമ്പോഴേക്കും ഭഗവാന് നല്ല ഉത്തമമായിട്ടുള്ള ആസനം കരുതി അതെല്ലാം തുടച്ച് വൃത്തിയാക്കി എന്ന് പറഞ്ഞ മാതിരി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും ആസനം. വരാർഹണം. വരാർഹണം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ പൂജ. എന്താ? കാല് കഴിയിക്കുക. നല്ല പാത്രത്തിൽ കാല് വെപ്പിച്ച് അതിൽ നല്ല വെള്ളം കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട് കാലിലൊഴിച്ച് കാലൊക്കെ കഴുകിച്ച് അത് നല്ല തുണി കൊണ്ട് തുടച്ച്, അല്ലേ, അതിൽ
ലേപനങ്ങളൊക്കെ പൂശിക്കൊടുത്ത് സന്തോഷിപ്പിക്കുക. കുടിക്കാനുള്ള നല്ല മധുരപാനീയങ്ങൾ കൊടുക്കുക, വീശിക്കൊടുക്കുക, കാല് തിരുമ്പിക്കൊടുക്കുക. ഇതൊക്കെ പൂജ ഇതാണ് വരാർഹണം എന്ന് പറയുന്നതിൽ. പാദശൗചം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാദശൗച, താമ്പൂല, വെറ്റിലടയ്ക്കയും മറ്റുമൊക്കെ സുഗന്ധപ്പാക്കോട് കൂടിയിട്ട് കൂട്ടിക്കൊടുക്കുക. അങ്ങനെ താമ്പൂല സമർപ്പണം. വിശ്രമണം എന്ന് പറഞ്ഞാൽ ക്ഷീണം തീർക്കാനായിക്കൊണ്ട് പാദം തലോടുക, വീശിക്കൊടുക്കുക. അതൊക്കെ വിശ്രമണമാണ്. വീജനം വീശിക്കൊടുക്കലാണ്. ഗന്ധമാല്യൈഹി, സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിലും കാലിലും ഒക്കെ പുരട്ടിക്കൊടുക്കുക. മാലകൾ ചാർത്തി സന്തോഷിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചാർത്താൻ പറ്റും, സന്തോഷിപ്പിക്കാൻ പറ്റുമോ. അതുപോലെ കേശപ്രസാരം, ഭഗവാൻ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോഴേക്കും തലമുടിയൊക്കെ ഒന്ന് അഴിച്ച് അതിനെയൊക്കെ ഒന്ന് ചീവിക്കൊടുക്കലോ ഒതുക്കി കൊടുക്കലോ അതിനൊക്കെ ശുശ്രൂഷിച്ചു കൊടുക്കലോ ഒക്കെ ചെയ്യാം. അതുപോലെ ശയനം, കിടക്കാനുള്ളതായിട്ടുള്ള കിടക്ക ഒരുക്കി കൊടുക്കുക. സ്നപനം, കുളിക്കാനുള്ളതായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സ്വയം വേണമെങ്കിൽ കുളിപ്പിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ശരീരത്തിൽ തേക്കാനുള്ളതൊക്കെ തേച്ച് പിടിപ്പിക്കാനും മറ്റുമൊക്കെ സഹായിക്കാം. അങ്ങനെയൊക്കെ സ്നപനം. ഉപഹാര്യം, ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, ഇതൊക്കെ കൊടുത്ത് വയറു നിറയ്ക്കുക, സന്തോഷിപ്പിക്കുക, ദാഹം തീർക്കുക. ഇതൊക്കെ ചെയ്യലാണ് ഉപഹാരങ്ങൾ. അപ്പോൾ ഇതൊക്കെ പൂജയാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ, വിഗ്രഹങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നു ശ്രദ്ധയോടെ. അത് നേരിട്ട് വിശിഷ്ട വ്യക്തികൾക്ക് ചെയ്യുമ്പോൾ അവർ കൂടുതൽ സന്തോഷിക്കുന്നു. നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇതുപോലെ ചെയ്യണം എന്നുള്ള പരിശീലനമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത്. അവിടുന്ന് പഠിച്ചത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂജ പഠിക്കുന്നത്. എങ്ങനെയാണോ ഞാൻ എൻ്റെ ഇഷ്ടദേവതയെ പൂജിക്കുന്നത്, അതുപോലെ എൻ്റെ ഗൃഹത്തിൽ വരുന്ന അതിഥികളെയും ഞാൻ പൂജിക്കുന്നു. അതിഥികളെ പൂജിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടദേവതയെ എന്നും പൂജിക്കുന്നത്. പ്രത്യുദ്ഗമാസനവരാർഹണപാദസൗജതാംബൂല വിശ്രമണ വീജനഗന്ധമാല്യൈഃ കേശപ്രസാരശയനസ്നപനോപഹാര്യൈഃ ദാസീശതാ അപി വിഭോർവിദദുസ്മദാസ്യം. ഓരോരുത്തർക്കും 100 ദാസിമാരുണ്ടെങ്കിലും അവർ സ്വയം ഭഗവാന്റെ ദാസ്യത്തെ ചെയ്തു. താസാം യാ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോഹിതാഃ അഷ്ടൗ മഹിഷ്യസ്തത്പുത്രാൻ പ്രദ്യുമ്നാദീൻ ഗൃണാമി തേ. താസാം യാ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോഹിതാഃ അഷ്ടൗ മഹിഷ്യസ്തത്പുത്രാൻ പ്രദ്യുമ്നാദീൻ ഗൃണാമി തേ. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ നിന്ന് 7ലേക്കാണ് ശരിക്കും ഡയറക്റ്റ് കണക്ഷൻ. അതിൻ്റെ ഇടയിൽ ഒന്ന് മറ്റൊരു ശാഖയിലേക്ക് പോയതാണ് 2 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ. ഓരോരുത്തർക്കും 10 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നൊന്നു ഭഗവാനോട് ഭാര്യമാരെല്ലാം പ്രേമം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു, സ്നേഹിച്ചുകൊണ്ടിരുന്നു എന്ന് പ്രസംഗവശാൽ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് 3 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു. പിന്നീട് തിരിച്ച് മുഖ്യ കഥയിലേക്ക് വരികയാണ് ഭഗവാന്റെ മക്കളെക്കുറിച്ചുള്ള പ്രതിപാദ്യം. അപ്പോൾ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം താസാം യാഹ അഷ്ടൗ മഹിഷ്യഃ പുരാ ഉദിതാഃ. ഇപ്പോൾ പറയുന്നത് ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം, 10 മക്കളുള്ള കൃഷ്ണഭാര്യമാരിൽ, താസാം അവരുടെ ഇടയിൽ, യാഹ അഷ്ടൗ മഹിഷ്യഃ യാവരാണോ 8 മഹിഷിമാർ, പ്രധാനികളായിട്ടുള്ള അഷ്ടമഹിഷിമാർ, പുരാ ഉദിതാഹ മുമ്പേ പറഞ്ഞുവല്ലോ, 8 മഹിഷിമാരുടെ കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. തൽപുത്രാൻ അവരുടെ പുത്രന്മാരായിരിക്കുന്ന പ്രദ്യുമ്നാദീൻ തേ ഗൃണാമി, പ്രദ്യുമ്നൻ മുതലായവരെ കുറിച്ച് നിന്നോട് പറയാം എന്ന് ശ്രീ ശുഗബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുകയാണ്. അപ്പൊ ഭഗവാന്റെ 16,008 ഭാര്യമാരിൽ
അഷ്ടമഹിഷിമാരെ കുറിച്ച് മുമ്പ് പറഞ്ഞുവല്ലോ. ആ അഷ്ടമഹിഷിമാരുടെ പുത്രന്മാർ, 10 പുത്രന്മാർ ആരൊക്കെയാണ് പ്രദ്യുമ്നാദികൾ, അവരെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഓരോരുത്തരുടെയും മക്കളെ കുറിച്ച് പറയുന്നത്. ചാരുദേഷ്ണ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരുഹു ചാരുഗുപ്തശ്ച ഭദ്രചാരുസ്തദാപരഃ ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോഹരേഃ പ്രദ്യുമ്ന പ്രമുഖാ ജാതാ രുക്മിണ്യാം നാവമാഃ പിതുഃ. അപ്പൊ ആരൊക്കെയാണ് രുക്മിണിയുടെ മക്കൾ എന്ന് പറയുന്നത്? ചാരുദേഷ്ണഃ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ. വീര്യവാൻ എന്നത് ചാരുദേഹന്റെ വിശേഷണമായിട്ടാണ്. ചാരുദേഹശ്ച വീര്യവാൻ സുചാരുഹു ചാരുഗുപ്തഃ ച ഭദ്രചാരുഹു തദാ അപരഃ ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോഹരേഃ പ്രദ്യുമ്ന പ്രമുഖാ ജാത. പ്രദ്യുമ്നന്റെ പേര് അവസാനം പറഞ്ഞത്, പ്രദ്യുമ്നാണ് ആദ്യം പറയേണ്ടത്. പ്രദ്യുമ്ന പ്രമുഖ ജാത രുക്മിണ്യാം ന അവമാഹ പിതുഃ. അങ്ങനെ പ്രദ്യുമ്നടക്കം 10 പുത്രന്മാർ. അപ്പൊ രുക്മിണിയിൽ പിതുഹു ഹരേഹ്, പിതാവായ ഹരിക്ക് നാവമാഹ, ഭഗവാനിൽ നിന്ന് ഒട്ടും കുറവില്ലാത്തവരായിട്ട്, അന്യൂനരായിട്ട് പ്രദ്യുമ്ന പ്രമുഖാഹ ജാതാഹ, പ്രദ്യുമ്നൻ മുതലായവർ ജനിച്ചു. ആ പ്രദ്യുമ്ന പ്രമുഖരാണ്. പ്രദ്യുമ്നനെ നമുക്ക് ആദ്യം എടുക്കാം. 2ാമൻ ചാരുദേഷ്ണൻ, 3ാമൻ സുദേഷ്ണൻ, 4ാമൻ ചാരുദേഹൻ, 5ാമൻ സുചാരു, 6ാമൻ ചാരുഗുപ്തൻ, 7ാമൻ ഭദ്രചാരു, 8ാമൻ ചാരു ചന്ദ്രൻ, 9ാമൻ വിചാരു, 10ാമൻ ചാരു. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പേരിടാവുന്നതാണ് ഇതൊക്കെ. ഭഗവാന്റെ മക്കളുടെ പേരാണ്, രുക്മിണിയുടെ മക്കളുടെ പേരാണ്. ഇവര് 10 പേര് ഭഗവാനേക്കാൾ ഒട്ടും മോശക്കാരല്ല. രുക്മിണിക്ക് ഭഗവാനിലുണ്ടായ പുത്രന്മാരാണ്. തുടർന്ന് സത്യഭാമയുടെ മക്കളെ കുറിച്ച് പറയുന്നു. ഭാനു സുഭാനു സ്വർഭാനു പ്രഭാനുർ ഭാനുമാൻ തദാ ചന്ദ്രഭാനുർ ബൃഹദ്ഭാനുർ അതിഭാനുഃ തദാഷ്ടമഃ ശ്രീഭാനു പ്രതിഭാനുശ്ച സത്യഭാമാത്മജാ ദശ. സത്യഭാമ ആത്മജാഹ ദശ. സത്യഭാമയുടെ പുത്രന്മാർ 10. ആ പുത്രന്മാരുടെ പേരാണ് പറഞ്ഞത്. ഭാനുഹു, സുഭാനുഹു, സ്വർഭാനുഹു, പ്രഭാനുഹു, ഭാനുമാൻ. ഭാനുമാൻ പ്ലസ് തഥാ ഭാനുമാംസ് തഥാ എന്നായി മാറും. ചന്ദ്രഭാനു, ബൃഹദ്ഭാനു, അതിഭാനു തഥാ അഷ്ടമ എന്ന് പറഞ്ഞ അപ്രകാരം 8ാമനായി അതിഭാനുവും ശ്രീഭാനു, പ്രതിഭാനു, 10ാമനായിട്ട് പ്രതിഭാനു. അങ്ങനെ 10 സത്യഭാമ പുത്രന്മാർ. ഇനി ജാമ്പവതിയുടെ പുത്രന്മാരെ കുറിച്ച് പറയുന്നു. സാംബ സുമിത്ര പുരുജിത് സദജിത് സഹസ്രജിത് വിജയ ചിത്രകേതുശ്ച വസുമാൻ ദ്രവിഡ ക്രതുഃ ജാംബവത്യാ സുദാഹ്യേതേ സാമ്പാദ്യാ പിതൃസമ്മതാഃ. ഏതേ ജാംബവത്യാഹ സുദാഹ. ഇവര് ജാംബവതിയുടെ പുത്രന്മാരാണ്. സാമ്പാദ്യാഹ, സാമ്പൻ മുതലായവർ. സാമ്പനാണ് ആദ്യം, 1ാമൻ. പിതൃസമ്മതാഹ, പിതാവിന് തുല്യന്മാർ എന്ന് തന്നെ അർത്ഥം. പിതൃസമ്മതന്മാർ എന്നാൽ പിതാവിന് സമമായി മതിക്കപ്പെടുന്നവർ, അളക്കപ്പെടുന്നവർ എന്നൊക്കെ അർത്ഥം. തുല്യന്മാർ തന്നെ, പിതൃതുല്യന്മാരായിട്ടുള്ള 10 പേർ ജാംബവതിയുടെ മക്കൾ. സാമ്പൻ, സുമിത്രൻ, പുരുജിത്ത്, ശതജിത്ത്. പുരുജിത്തും ശതജിത്തും കൂടി സന്ധി വന്നതാണ്. പുരുജിത് ശതജിത്ത്. അപ്പൊ പുരുജിത്ത് 3ാമൻ, ശതജിത്ത് 4ാമൻ, സഹസ്രജിത്ത് 5ാമൻ, വിജയൻ 6ാമൻ, ചിത്രകേതു 7ാമൻ, വസുമാൻ 8ാമൻ, ദ്രവിഡൻ 9ാമൻ, ക്രതു 10ാമൻ. ചിത്രകേതുശ്ച എന്ന് പറഞ്ഞത് ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ ചിത്രകേതുവും വസുമാനും ദ്രവിഡനും ക്രതുവും
ഇവർ 10 പേർ സാമ്പാദികൾ. പിതൃതുല്യന്മാരായിട്ടുള്ളവർ ജാമ്പവതിയുടെ പുത്രന്മാരാകുന്നു. ഇനി നാഗ്നജിതിയുടെ അഥവാ സത്യയുടെ മക്കളെ കുറിച്ച് പറയുകയാണ്. 10 പേര്. വീരഃ ചന്ദ്രഃ അശ്വസേനശ്ച ചിത്രഗുഹു വേഗവാൻ വൃഷഃ ആമഃ ശംഖുഃ വസുഃ ശ്രീമാൻ കുന്തി. ശ്രീമാൻ എന്നത് കുന്തി എന്ന് വിശേഷിപ്പിച്ചതാണ്. ഇനി കുന്തി എന്ന് കേട്ടിട്ട് സ്ത്രീയാണോ എന്ന് വിചാരിക്കേണ്ട. ശ്രീമാൻ കുന്തി, ശ്രീമാനായ കുന്തിയാണ്, ശ്രീമതിയായ കുന്തിയല്ല. അപ്പൊ ഇങ്ങനെയുള്ള 10 പേര് നാഗ്നജിദേഹ സുതാഹ, നാഗ്നജിതിയുടെ പുത്രന്മാരാകുന്നു. ലക്ഷ്മണ സത്യ ലക്ഷ്മണയല്ല, സത്യ, നാഗ്നജിതി, കൗസല്യ എന്നൊക്കെ അവളുടെ പേര്. അവളുടെ മക്കളാണ് വീരൻ, ചന്ദ്രൻ, അശ്വസേനൻ, ചിത്രഗു, വേഗവാൻ, വൃഷൻ, ആമൻ, ശംഖു, വസു, ശ്രീമാനായ കുന്തി. ഇങ്ങനെ 10 പേർ നാഗ്നജിതിയിൽ ജനിച്ച പുത്രന്മാർ. ഇനി കാളിന്തിയുടെ പുത്രന്മാരെ പറയണം. ശ്രുതഃ കവി വൃഷോ വീരഃ സുബാഹുർഭദ്രഃ ഏകലഃ ശാന്തിഃ ദർശഃ പൂർണ്ണമാസഃ. അപ്പൊ ഇവിടെ ശ്രുതൻ, കവി, വൃഷൻ, വീരൻ, സുബാഹു. അവിടെ ഏകലഹ എന്നുള്ളത് ഭദ്രന്റെ വിശേഷണമായിട്ടാണ്. ഏകലഹ ഭദ്രഹ, ഒറ്റയ്ക്ക് ശത്രുക്കളെ ജയിക്കുന്നവൻ, ഹനിക്കുന്നവൻ. ഏകലനായ ഭദ്രൻ, ഒറ്റയ്ക്ക് തന്നെ പോരാടാൻ ശക്തനായിട്ടുള്ളവൻ ഭദ്രൻ. ഏകലഹ ഭദ്രഹ. പിന്നെ ശാന്തി, ദർശൻ, പൂർണ്ണമാസൻ, സോമകൻ അവസാനം പറഞ്ഞു. സോമകോ അവരഹ, അവരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയവൻ, ഇളയവൻ സോമകൻ. ആരുടെ? കാളിന്ത്യാഹ, കാളിന്തിയുടെ മക്കളാകുന്നു. അപ്പോ ശ്രുതഃ കവിഃ വൃഷഃ വീരഃ സുബാഹുഃ ഭദ്ര ഏകലഃ ശാന്തിഃ ദർശഃ പൂർണ്ണമാസഃ കാളിന്ത്യാഹ സോമകോ അവര. അവരൻ എന്നത് ഏറ്റവും ഇളയവൻ എന്നുള്ള അർത്ഥത്തിൽ. പ്രഘോഷോ ഗാത്രവാൻ സിംഹോ ബലഃ പ്രബലഃ ഊർധ്വഗഃ മാദ്ര്യാഃ പുത്രാ മഹാശക്തിഃ സഹ ഓജോ പരാജിതഃ. മദ്രദേശത്തെ ലക്ഷ്മണയുടെ മക്കളാണ് ഈ പറയുന്നത്. ആരൊക്കെയാണ്? പ്രഘോഷഃ ഗാത്രവാൻ സിംഹഃ ബലഃ പ്രബലഃ ഊർധ്വഗഃ മഹാശക്തിഃ സഹ ഓജഃ അപരാജിതഃ. സഹസ്, ഓജസ്, അപരാജിത എന്നൊക്കെ പേരുകളാണ്. ഇപ്പൊ പ്രഘോഷൻ, ഗാത്രവാൻ, സിംഹൻ, ബലൻ, പ്രബലൻ, ഊർധ്വകൻ, മഹാശക്തി, സഹസ്, ഓജസ്, അപരാജിതൻ. ഇവര് മാദ്ര്യാഹ പുത്രാഹ, മാദ്രിയുടെ പുത്രന്മാരാകുന്നു. തുടർന്ന് മിത്രവിന്ദയുടെ മക്കളെ കുറിച്ച് പറയുന്നു. വൃഗോ ഹർഷോ അനിലോ ഗൃദ്രോ വർദ്ധനോ അന്നാദ എവച മഹാശഃ പാവനോ വന്നി മിത്രവിന്ദാത്മജാഃ ക്ഷുതിഃ. അവസാനത്തെ ക്ഷുതിഃ. ഇപ്പൊ 10 പേര്. വൃഗഃ ഹർഷഃ അനിലഃ ഗൃദ്രഃ വർദ്ധനഃ അന്നാദഃ മഹാശഃ പാവനഃ വന്നി ക്ഷുതിഃ. എല്ലാം ഒരു തരത്തില് അഗ്നിയുടെ പര്യായ ശബ്ദങ്ങളാണ്. മിത്രവിന്ദയുടെ മക്കളൊക്കെ അഗ്നിയുടെ ധർമ്മമാണ് അവരുടെ പേരിൽ ജ്വലിക്കുന്നത്. വൃഗോ ഹർഷോ അനിലോ ഗൃദ്രോ വർദ്ധനോന്നാദയേവച മഹാശഃ പാവനോ വന്നി മിത്രവിന്ദാത്മജാക്ഷുതിഃ. ഇനി ഭദ്രയുടെ 10 പുത്രന്മാര്. സംഗ്രാമജിത് ബൃഹൽസേനഃ ശൂരഃ പ്രഹരണോ അരിജിത്ത് ജയഃ സുഭദ്രോ. ഭദ്രായാഃ ഭദ്രയുടെ വാമഃ ആയുശ്ച സത്യകഃ. ഭദ്രായാഃ സുതാഃ, ഭദ്രയുടെ പുത്രന്മാര് സംഗ്രാമജിത്ത്, ബൃഹൽസേനൻ, ശൂരൻ, പ്രഹരണൻ, അരിജിത്ത്, ജയൻ,
സുഭദ്രൻ, ആയു, സത്യകൻ. വാമനൻ, വാമൻ, ആയു, സത്യകൻ. ഇനി അപ്പൊ അഷ്ടമഹിഷിമാരുടെ 10 മക്കളെ പറഞ്ഞു. രുക്മിണി മുതൽ ഭദ്ര വരെയുള്ള പ്രമുഖരായിട്ടുള്ള ഭാര്യമാരുടെ അഷ്ടമഹിഷിമാരുടെ പുത്രന്മാർ 10 പേരുടെ പേരെടുത്ത് പറഞ്ഞു. ഇനി 16,000 മക്കളുടെ പേര് പറയാൻ പറ്റുമോ? അത് വലിയ കഷ്ടമായിപ്പോ. അതിന് തന്നെ ഒരു ഭാഗവതം വേണ്ടി വരും അല്ലേ? 16,000 ശ്ലോകമെങ്കിലും മിനിമം വേണ്ടി വരും. ഒരു ശ്ലോകം കൊണ്ട് ഒരാളുടെ 10 മക്കളുടെ പേരും ചുരുക്കി പറഞ്ഞാൽ ചിലതൊക്കെ ഒരു ശ്ലോകത്തിൽ നിൽക്കില്ല. നമ്മൾ കണ്ടു 3 ശ്ലോകം 3 വരികളൊക്കെ വേണ്ടി വന്നു പല പറയാം. അപ്പോൾ 16,000 എങ്ങനെ പറയും? അപ്പോൾ അതിൽ പക്ഷഭേദം വേണ്ട, അവരെ എല്ലാവരെയും കൂടിയിട്ട് മാറ്റിവെച്ചു. ഇനി പ്രമുഖരായിട്ടുള്ള ചില ആളുകളെ സൂചിപ്പിക്കുകയാണ്. ദീപ്തിമാൻ താമ്രതപ്താദ്യ രോഹിണ്യാസ്തനയാ ഹരേഃ പ്രദ്യുമ്നാച്ച അനിരുദ്ധോ ഭൂത് രുക്മവത്യാം മഹാബലഃ. ദീപ്തിമാൻ താമ്രതപ്താദ്യ രോഹിണ്യാസ്തനയാ ഹരേഃ പ്രദ്യുമ്നാച്ച അനിരുദ്ധോ ഭൂത് രുക്മവത്യാം മഹാബലഃ. ദീപ്തിമാൻ, താമ്രതപ്തൻ മുതലായവർ ആദ്യാഹ രോഹിണ്യാഹ തനയാഹ ഹരേഃ. ഹരിക്ക് രോഹിണി എന്ന ഭാര്യയിൽ ജനിച്ച മക്കള് പ്രമുഖരാണ്. ഇവർ 2 പേര് എടുത്തു പറഞ്ഞത്. 16,000 പേരിൽ പെട്ടതായിരിക്കണം രോഹിണി. 8 പേരെ പറഞ്ഞു കഴിഞ്ഞു. 16,000-ൽ ആരെയും പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഒരു രോഹിണിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ആ രോഹിണിയുടെ 2 മക്കളെ മാത്രം എടുത്തു പറയുകയാണ്. കാരണം അവർ പ്രമുഖന്മാരായതുകൊണ്ടാണ്, അവര് പേരെടുത്തവരാണ്. അതാണ് ദീപ്തിമാൻ, താമ്രതപ്തൻ മുതലായവർ രോഹിണിയിൽ ജനിച്ച പുത്രന്മാരെന്ന് എടുത്തു പറഞ്ഞു. ഇനി പ്രദ്യുമ്നാദ് ച അനിരുദ്ധോ അഭൂത് രുക്മവത്യാം മഹാബലഃ. പ്രദ്യുമ്നനിൽ നിന്ന് രുക്മവത്യാം, രുക്മവതി എന്ന ഭാര്യയിൽ, പ്രദ്യുമ്നൻ അച്ഛൻ, രുക്മവതി അമ്മ, അവർക്ക് ആരുണ്ടായി? അനിരുദ്ധ അഭൂത്, അനിരുദ്ധൻ ഭവിച്ചു. എങ്ങനെയുള്ളവനാണ് അനിരുദ്ധൻ? മഹാബലഃ. ഇപ്പൊ മഹാബലവാനായിട്ടുള്ള അനിരുദ്ധൻ എന്ന പുത്രൻ പ്രദ്യുമ്നനിൽ നിന്നുണ്ടായി. പ്രദ്യുമ്നൻ ആരാന്നറിയാലോ? രുക്മിണിയുടെ മൂത്ത പുത്രനായ പ്രദ്യുമ്നന് അനിരുദ്ധൻ എന്ന പുത്രൻ രുക്മവതിയിൽ ഉണ്ടായി. അപ്പോ ആ രുക്മിയുടെ പുത്രിയാണ് രുക്മവതി. അതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. പുത്രിയാം തു രുക്മിണോ രാജൻ നാംന ഭോജഗടേ പുരേ ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവു കോടിശോ നൃപ മാതര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. എന്താ പറയുക? പ്രദ്യുമ്നന്റെ ഭാര്യ രുക്മവതി അതാരാണെന്ന് പറയണ? പുത്രിയാം തു രുക്മിണോ രാജൻ. പരീക്ഷിത് രാജാവ് രുക്മിണഃ പുത്രിയാം, രുക്മിയുടെ പുത്രിയായ മുമ്പേ പറഞ്ഞ രുക്മവതിയിൽ പ്രദ്യുമ്നന് അനിരുദ്ധൻ എന്ന പുത്രനുണ്ടായി. അപ്പോ രുക്മവതി ആരാണ്? രുക്മിയുടെ പുത്രനാണ്. അത് എവിടെ വെച്ചാണ്ടായത്? നാംന ഭോജഗടേ പുരേ, ഭോജഗടം എന്ന പുരത്തിൽ. ഭോജഗടന്മാരുടെ പുതിയ രാജധാനി പണിതില്ലേ നമ്മളെ രുക്മി? ഭഗവാനോട് തോറ്റപ്പോൾ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭോജഗടം. ആ ഭോജഗടത്തിൽ വെച്ചിട്ടാണ് ഈ അനിരുദ്ധൻ ജനിക്കുന്നത് എന്നാ പറയണത്. അമ്മയുടെ ഗൃഹത്തിലാണ് അനിരുദ്ധൻ ജനിക്കുന്നത്. രുക്മവതി രുക്മിയുടെ പുത്രി. ആ രുക്മവതി പ്രസവിക്കുന്നത് ഭോജഗടം എന്ന പുരത്തിൽ അനിരുദ്ധൻ ജനിച്ചു. നാംന ഭോജഗടേ പുരി. ഇനി ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവുഹു കോടിശോ നൃപ. ഇവരുടെ എല്ലാം പുത്രപൗത്രാദികൾ കോടിശഃ, കോടിക്കണക്കിന് ഭവിച്ചു എന്നാണ്. മാതരഃ കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. ആ കൃഷ്ണന്റെ പുത്രന്മാരായിട്ട് ഏതേഷാം കൃഷ്ണജാതാന, അവരുടെ ഷോഡശ സഹസ്രാണി മാതരഃ.
ഷോഡശസഹസ്രാണി മാതരഹ, 16,000 അമ്മമാര്. ആ 16,000 ഭാര്യമാരിലും 10 പുത്രന്മാരും അവർക്ക് പൗത്രന്മാരും പ്രപൗത്രന്മാരുമായി അനേക കോടി സന്താന പരമ്പരകൾ ശ്രീകൃഷ്ണ ഭഗവാന് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പരീക്ഷിത്ത് രാജാവ് പ്രദ്യുമ്നനും രുക്മവതിയുമായ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അത് നമുക്ക് വൈകുന്നേരം നോക്കാം. അതിനെ തുടർന്ന് പിന്നീട് അനിരുദ്ധന്റെ വിവാഹവും നമുക്ക് വൈകുന്നേരം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വൈകുന്നേരം കാണാം. ഹരി ഓം.